കഴിഞ്ഞ വീഡിയോയിൽ ഷർട്ടിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ഈ ഒരു ക്ലോത്തിൽ ഷർട്ട് അടിച്ചതാണ് കാണിക്കുന്നത്, കട്ട് ചെയ്യണതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് ആദ്യമായിട്ട് ഷർട്ട് അടിക്കാൻ പഠിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നല്ലപോലെ പരിചയമുള്ളവരിത് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. പിന്നെ പെൺകുട്ടികളെ ഷർട്ടായാലും ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എഴുതി വെച്ച ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഷർട്ട് അടിക്കാൻ പോവാം. ഈ ഒരു ക്ലോത്താണ് ഞാൻ ഷർട്ട് അടിക്കാൻ എടുത്തിരുന്നത്. കോളർ ഞാൻ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു രണ്ടാമത്തെ വരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോളറും എങ്ങനെ ചെയ്യലെന്ന് നോക്കാം. 60 ഇഞ്ച് എടുത്തുള്ള ക്ലോത്തിൽ ഞാൻ 3/4 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം രണ്ടും ഒരേ മടക്കിൽ മടക്കിയിട്ട് കറക്റ്റിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാതെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടിൻ്റെ അളവൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ വരച്ച് തന്നില്ല. അതിൽ നമ്മൾ ആദ്യം പട്ടക്കുള്ള 2 മടക്കി വെക്കുക, എന്നിട്ടാണ് മെഷർമെൻറ്റ് എടുക്കുകയെന്ന് എഴുതിയില്ല. അപ്പോൾ അതേപോലെ ആദ്യം ചെയ്യണം. ആദ്യം നമുക്ക് പട്ടക്കുള്ള 2 ഇഞ്ച് മടക്കി വെക്കണം. ഇനി നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ പോണത് ഫസ്റ്റ് നമുക്ക് കിട്ടിയ 19 ഇഞ്ചിലെ ലെങ്ത്താണ്. ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. നമുക്ക് അടയാളപ്പെടുത്തുള്ളത് ആം ഹോൾ ഈ 5 ആണ്. ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. നമുക്ക് അടയാളപ്പെടുത്തുള്ളത് ഷോൾഡർ ഡൗണ് 1.25 നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ്, അത് 6.25. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി മുട്ടുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് വരും. ഈ പോയിൻ്റൊക്കെയാണ് നമ്മൾ നെക്കിൽ നിന്ന് വരച്ച് കൊടുക്കുന്നത്. ഇത് നെക്ക് വന്നിട്ടുള്ള 2.25. 2 ഭാഗവും ലെങ്ത്തും വിഡ്ത്തും 2.25 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കൂട്ടിമുട്ടിയ ഭാഗത്തൊക്കെ നമുക്കൊരു ചെരിച്ചിട്ട് ഷോൾഡർ ഡൗൺ വരച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താണ്ട് 7.25. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു ജസ്റ്റ് ഒരു കർവ് വരച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം തന്നെ ഇവിടേക്ക് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു 1/4 ഇഞ്ച് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരാം. ഒരു 1/4 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു അടയാളം വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഈ മടക്കി പിടിച്ച ഇവിടെ തയ്ക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അടയാളം വെച്ചിലാണ് നമ്മളിങ്ങനെ മടക്കി പിടിച്ച് തയ്ക്കാൻ പോണത്. നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് എത്ര വീതി വേണോ നോക്കിയിട്ട് ക്ലോത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് കുറച്ച് വിട്ടിട്ടാണ് വെക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് ഇവിടെ 2 ഇഞ്ച് പോയിൻ്റ് വിട്ടിട്ട് ഇവിടെ ഒരു ലൈന് വരച്ച് കൊടുക്കണം ആദ്യം ചെയ്യണത്. നമുക്ക് ഇവിടെ നെക്ക് അടയാളപ്പെടുത്തി തുടങ്ങാം. നമ്മളിവിടെ ഷോൾഡർ ഡൗൺ കൊടുത്തില്ല, ആ 1.25 നമ്മളിവിടെ കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1.25 ഇവിടെ അടയാളപ്പെടുത്താം. പിന്നെ നെക്ക് വിടുത്ത് വന്നിട്ട് നമുക്ക് 2.25 ശരിക്കുള്ള 2.25 തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ 2.25 തന്നെ അടയാളപ്പെടുത്താനുള്ളത്. ഈ 2.25 നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇവിടെ നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം ആദ്യം. അപ്പോൾ കുറച്ച് ചെരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക 2 ഇഞ്ച്. നമുക്ക് ഇതേ എടുത്തെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഈ പോയിൻ്റിൽ നിന്ന് എടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4.5 അപ്പോൾ ഈ 4.5 ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് കൊടുക്കുക. നമ്മളിവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ ഈ നെക്കും നമുക്ക് ഇങ്ങോട്ട് വരച്ച് കൊടുക്കാം. നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് ഈ ആം ഹോളിൻ്റെ ഈ ഒരു കർവ്ക്ക് ഇവിടെ കുറച്ച് ഒരു 1/2 ഇഞ്ച് വിടുത്ത് കിട്ടും. ആ വിടുത്തത് കൂടെ തന്നെ ഇങ്ങോട്ട് ലൈൻ വരച്ച് കൊടുക്കുക കർവ്.
ഇത്രേ ഉള്ളൂ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കുള്ള ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഇവിടെ ഒരു ഭാഗം വെക്കൂലേ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ക്ലോത്ത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ആദ്യം തന്നെ. 4/4 വരച്ചു കൊടുക്കാം. ഇത് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗം തന്നെ ഞാൻ പറഞ്ഞ ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യണത്. നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. 4/4 വരച്ച് കിട്ടുന്നുണ്ട് ഞാൻ. നമുക്ക് 4-ലോ 4.5-ലോ ഒക്കെ വരച്ച് കൊടുക്കാം. നമുക്ക് ഇതെടുത്ത് ഒഴിവാക്കിയിട്ട് നടുഭാഗത്തൊരു സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററുകളും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തണം. കാരണം നെക്ക് വെക്കുമ്പോൾ കോളർ വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് ഈ ഭാഗമൊക്കെ. ഈ ഒരു 4.5-ൽ ഇവിടെ ഒരു സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. 4 മടക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ സ്ലീവിൻ്റെ എടുത്ത് വന്നിട്ടുള്ളത് 5.5. അപ്പോൾ ഈ 5.5 തന്നെ നമുക്ക് സ്ലീവ് മടക്കി കൊടുത്താൽ മതി. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ള 7/4. ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇത് മടക്കി അടിച്ച് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്ക് ഈ ആം ഹോളിൻ്റെ ഡൗൺ കൊടുത്തിട്ടുള്ളത് 2.25 ഇഞ്ചായിരുന്നു. ഇതിന് ഇതിലേക്കൊരു സ്ലീവ് വരച്ച് കൊടുക്കും. നമ്മൾ വിടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചും ഇവിടെ 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്കൊരു ലൈന് വെച്ചിട്ട് ഇതിവിടെ ചെരിച്ച് ഇങ്ങോട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിങ്ങനെ വരച്ച് കൊടുക്കണം എന്താ വെച്ചാൽ ഇത് ഇങ്ങോട്ട് മടക്കി അടിക്കുമ്പോൾ ഇവിടേക്ക് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം കുഴിച്ച് വെട്ടാണ്ട് അത് നീർത്തി വെച്ചിട്ടാണ് നമ്മൾ വെട്ടൽ. ഒരു 4 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതിനെ നടുക്കിൽ അടയാളപ്പെടുത്തിയിട്ട് അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ് അടയാളം വെച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗം ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ. കാരണം ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഭാഗം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ കോളർ കട്ട് ചെയ്തെടുക്കാം. വലിയ ക്യാൻവാസിന് 2 മടക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി എടുക്കാനുള്ളത് ഈ ക്യാൻവാസിൻ്റെ 2ാമത്തെ ലൈനാണ്. കാരണം 11 ഇഞ്ചാണ് നമ്മൾ നെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള 11 ഇഞ്ചാണ് എടുക്കാനുള്ളത്. അതുപോലെ ഇതിന് 2ാമത്തെ ലൈനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ആദ്യം പെന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഈ പശയുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇത് അയൺ ചെയ്ത് പിടിപ്പിക്കാം. ഈ പശയുള്ള ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിച്ചുകൊണ്ട് നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ അത് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു അകലം വിട്ടിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കൽ എപ്പോഴും. ഈ ഭാഗം നമുക്ക് ഇതിമത്തിനാണ് തയ്യൽ തുമ്പ്. അപ്പോൾ ഈ ഭാഗം നമുക്ക് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ
അപ്പോൾ ഇനി ഇതേപോലത്തെ നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ഭാഗവും ചേർത്ത് കട്ട് ചെയ്യണം, മാറിപ്പോവരുത്. ഇത് കാരണം നമ്മൾ ബാക്ക് ഭാഗത്താണ് ഇത് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ല വശമാണ് ഇവിടെ. അപ്പോൾ ഈ നല്ല വശം ഒന്ന് അടുപ്പിച്ച്, ഇത് നല്ല വശമാണ്, അപ്പോൾ അതിൻ്റെ കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ ആ ഒരു ക്ലോത്ത് വെട്ടിയെടുത്തില്ല, ആ ഒരു പാർട്ടാണ് നമ്മൾ ആദ്യം എമ്മിൽ പിടിപ്പിച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 1/4 ഇഞ്ചിൽ നല്ല കറക്റ്റിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക, ഉൾവശത്തേക്ക് ആക്കിയിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. പിന്നെ ഷർട്ടിൻ്റെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല കറക്റ്റിൽ സ്റ്റിച്ച് വരാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കാണാൻ കോലക്കേടാവും. കാരണം ഷർട്ടിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയത് നമ്മൾ കറക്റ്റിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ ആ റൗണ്ട് രണ്ടും കറക്റ്റിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ആ ഒരു എൻഡിൽ തന്നെ നമ്മൾ കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ബാക്ക് വശത്തിൻ്റെ നല്ല ഭാഗത്ത് മുകൾ വശത്താക്കിയിട്ടാണ് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ പീസിൻ്റെ മുകൾ വശം നല്ല വശമാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ഷർട്ടിന് എല്ലാവർക്കും അറിയണതന്നെയല്ലേ ബാക്ക് ഭാഗത്ത് നല്ല വശം 2 പീസ് ഉണ്ടാവും, അത് രണ്ടും നല്ല വശമാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇളകി പോകാതിരിക്കണമെങ്കിൽ അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിങ്ങനെ വേറൊരു പീസ് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വലിയൊരു ഷർട്ടൊക്കെ അടിക്കുമ്പോൾ ഈ ഒരു പീസ് രണ്ടും ഈ ഒരു പീസ് ഫുള്ളായിട്ട് നമ്മൾ വേറെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇത് നമുക്ക് പിൻ ചെയ്തിട്ട് നല്ല കറക്റ്റിൽ അതിൻ്റെ ആ ഒരു എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഊരി കെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ ഷോൾഡറിൽ ഫ്രണ്ട് പാർട്ട് പിടിപ്പിക്കാണ്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പാർട്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ 2 പീസില്ലേ അതിൽ ഈ ഒരു ഭാഗം 2 ഇഞ്ച് മടക്കി വെച്ചില്ല, ആ ഒരു മടക്കിൽ നമ്മൾ ഒരു ബാൻഡ് രൂപത്തിൽ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/4 ഇഞ്ചിലോ അല്ലെങ്കിൽ 1 ഇഞ്ചിലൊക്കെ 1 ഇഞ്ചൊക്കെ വലിയ ആളുകൾക്കും 1/4 ഇഞ്ച് കുട്ടികൾക്കും ഒക്കെയാണ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്, മടക്കി അടിച്ചിട്ടുണ്ട്, 2 ഭാഗവും അങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ആ 2 ഇഞ്ചിൽ നമ്മൾ മടക്കി കൊടുത്ത ആ ഭാഗത്താണ് ആ മടക്കി അടിക്കുന്നത്. പിന്നെ നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം നല്ല കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഈ ഷോൾഡർ കൂട്ടി കൊടുക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് നമുക്കിത് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നല്ല വശത്തിൻ്റെ ഇതിന് ഇങ്ങോട്ട് വെച്ചിട്ട് ആദ്യം ഇവിടെ ഒന്ന് സ്റ്റിച്ച്, ഇതിന് 2 പാർട്ട് ഉണ്ടാവില്ല, 2 കഷ്ണം, നമ്മളൊരു കഷ്ണത്തിന് ഉള്ളിൽ ഷോൾഡറും വെച്ച് കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു കഷ്ണത്തിൽ നമ്മൾ ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട്, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാം. ഇവിടെ നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതേ ഒരു 1/4 ഇഞ്ചിൽ കറക്റ്റിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റിൽ ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇനി ഈ പാർട്ടും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി പറയാം, ഇത് കാരണം നമുക്ക് ഇങ്ങനെ വരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് കൊടുക്കുക, ഇതിൻ്റെ നടുക്കൽ വരണം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ആദ്യം മേൽഭാഗം 2 കൂടി സ്റ്റിച്ച് ചെയ്യുക, അടിയത്തെ പാർട്ട് ഒഴിവാക്കുക. ഇനി അടിയത്തെ പാർട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അതുപോലെ, കാരണം നമുക്ക് ഇത് ഇങ്ങോട്ടാണ് വരാനുള്ളത് ഇവിടെ ഇങ്ങനെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഉള്ളിലാക്കി പിടിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കത്
ഇതിനോടൊന്ന് വലിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കാനുള്ളൂ. വലിച്ചെടുത്തിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യരുത്. ഇത് ബാക്ക് പാർട്ടാണ്. കറക്റ്റാക്കിയിട്ട് ഫ്രണ്ട് പാർട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആ സ്റ്റിച്ച് ചെയ്ത ലൈനുമ്പോൾ കൂടി നമുക്ക് ചെറിയൊരു നല്ല കൃത്യമായിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ടൊരു 1/4 ഇഞ്ച്. അപ്പോൾ നമ്മളെ ഇത് ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു റൗണ്ട് കറക്റ്റാക്കിയിട്ട് ഇതിന് നടുഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. ആദ്യം ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റാക്കിയിട്ട് ഇതിന് നടുഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്ക് സ്ലീവ് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി നമുക്കിതിന് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവ് നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ മടക്കാനുള്ള സ്റ്റിച്ച് ചെയ്തില്ല. അതിൽ ആദ്യം നമുക്ക് ചെറിയൊരു മടക്കും പിന്നെ നമുക്ക് വലിയൊരു മടക്കും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ കുറച്ച് വീതിയിൽ സ്ലീവ് കിടന്നോളൂ, സ്ലീവിൻ്റെ എൻഡ് കിടന്നോളൂ. ഈ ഒരു ഭാഗമല്ലേ, ഇതിവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. നമുക്കതിവിടെ മടക്കി കൊടുക്കാം. സ്ലീവിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് ഇവിടെ വെക്കാണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് സ്ലീവിന് ഈ ഫ്രണ്ട് പാർട്ടിക്ക് 1/4 ഇഞ്ചിൽ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കാരണം അത് തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് നല്ല വശത്തേക്കാണ് നമ്മളങ്ങനെ ചെയ്യണത്. ആദ്യം നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുത്തുകൊണ്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. കറക്റ്റായിട്ട് ഇട്ടിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തുമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. ഇതിവിടെ പതിച്ചടിച്ച് കൊടുക്കുക. ഈ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്തത് കുറച്ച് വലിച്ച് പിടിക്കണം. പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും. അതുപോലെ രണ്ടാമത്തെ സ്ലീവ് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് വർക്കുള്ളത് 2 സൈഡും മൂട്ടി കൊടുക്കാനാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കോളർ വെക്കാനും അടിഭാഗം മടക്കി അടിക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സൈഡ് മൂട്ടി കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് തുമ്പൊക്കെ ഉള്ളത് ഫുള്ള് വെട്ടി ഒഴിവാക്കുക, കറക്റ്റാക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ തുമ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 2 വശം ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടൊക്കെ ആക്കിയിട്ടാണ് നമ്മളത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ബാക്ക് പാർട്ട് നമ്മൾ ഉള്ളിലേക്ക് കുറച്ചൊരു 1/4 ഇഞ്ചിൽ ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് അതിൻ്റെ മേലേക്കാക്കി മടക്കി ഒറ്റ മടക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ആദ്യം. അപ്പോൾ ഫസ്റ്റ് വലത്തേ ഭാഗത്തുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യണത് ഞാനിപ്പോൾ. അപ്പോൾ ഷർട്ടിൻ്റെ ഈ ഫ്രണ്ട് പാർട്ടിലെ വലതുവശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ സ്ലീവ്മെന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സ്ലീവ്മെന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യല് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഒരു ബാക്ക് പാർട്ട് ചെറുതായിട്ടൊന്ന് ഒരു 1/2 ഇഞ്ചിൽ ബാക്കിലേക്ക് പിടിച്ചിട്ട് പിന്നെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് നമുക്ക് കയറ്റി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം ചെയ്യണത്. അത് ഈ 2 മടക്ക് മടക്കില്ല, ഒറ്റ മടക്കിലാണ് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. പിന്നെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ കറക്റ്റാക്കിയിട്ട് പിടിച്ചു കൊടുക്കുക, എന്നാലേ നമുക്ക് അവിടെ കറക്റ്റാക്കിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു എൻഡിൽ ഞാനൊരു ഒറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുത്താണ് അടിച്ചത്. അത് ശ്രദ്ധിക്കുക, 2 മടക്ക് മടക്കരുത്. കാരണം ഇത് നമുക്ക് ബാക്ക് പാർട്ടിക്ക് കറക്റ്റായിട്ട് ഒരു മടക്കും കൂടി മടക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റ മടക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക് പാർട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങോട്ട് വലിച്ച് വെച്ച് കൊടുക്കണം. അത് രണ്ടും കൂടി കൂട്ടിങ്ങാണ്ട് ഒറ്റ മടക്കി ചെയ്യരുത്, അപ്പോൾ അവിടെ കട്ടി കൂടി പോകും. അതുകൊണ്ടാണ് അത് പറയണത്. അപ്പോൾ ഈ ആം ഹോളിൻ്റെ അവിടെ നല്ല ശ്രദ്ധിക്കുക. ഇതിങ്ങനെ പിന്നെയും പറയണത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്തതിന് പക്ഷേ അതൊക്കെ ഇതിന്ന് പോയിട്ടുണ്ട്. അത് ഞാൻ ഓണാക്കാൻ മറന്നേ. അപ്പോൾ ഞാനത് പിന്നൊരു റെക്കോർഡിങ് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പോലെ മനസ്സിലാവും എന്നുള്ളത് അറിയണില്ല. കാരണം നമുക്കിത് ബാക്ക് പാർട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു മടക്ക് വരാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. വലത്തെ വശത്തെ ഭാഗം നമ്മൾ സ്ലീവുമെന്ന് തുടങ്ങുക, ഇടത്തെ വശത്തെ ഭാഗം നമ്മൾ എപ്പോഴും അടിഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അത് നമുക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇടത്തെ ഭാഗം കാണുമ്പോൾ മനസ്സിലാവും ഇത് തുടങ്ങുന്നത് അടിഭാഗത്തു നിന്നാണെന്നുള്ളത്. ഇത് നമ്മൾ സ്ലീവുമെന്നാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ബാക്ക് പാർട്ടൊക്കെ ഇങ്ങോട്ട് ഒറ്റ മടക്കിൽ ഒന്നും കൂടെ നീർത്തി വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഷർട്ട് ഒന്നായിട്ട് നീർത്തി വെച്ചിട്ട്. ഇനി നമ്മളിത് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വലത്തെ ഭാഗം നമ്മൾ ഇങ്ങോട്ട് ഈ അടിഭാഗത്ത് നിന്ന് കൊടുത്താൽ നമ്മളെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഈ സൈഡിലേക്കായി പോകും. അതുകൊണ്ടാണ് ഇത് എപ്പോഴും സ്ലീവുമെന്ന് തുടങ്ങണമെന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നീർത്തി വെച്ചിട്ട് ബാക്ക് പാർട്ടിക്ക് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനി ഇതിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുക. ഒരു എൻഡ് കൂടി അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. കാരണം നല്ല വൃത്തിയിൽ നമുക്ക് ഫ്രണ്ട് പാർട്ടിലാണ് ഈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് വൃത്തിയിൽ എൻഡിൽ സ്റ്റിച്ച് ചെയ്താൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ നീർത്തി പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അതും ശ്രദ്ധിക്കുക എല്ലാവരും. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ആംഹോളിൻ്റെ അവിടെ അതും നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ചെറുതായിട്ടൊന്നൊരു പോയിൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നമ്മളൊന്നിങ്ങോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ചു കൊടുത്താൽ അവിടെ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതും ശ്രദ്ധിക്കണം നല്ലപോലെ. ഞാൻ ഈ നല്ലപോലെ ശ്രദ്ധിക്കണം പറയുന്നത് ഷർട്ട് ആയതുകൊണ്ടാണ്. കാരണം ഫുള്ള് സ്റ്റിച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഈ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് പിടിക്കുക. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വലിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ലൈന് കറക്റ്റായിട്ട് വന്നോളൂ. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലാസ്റ്റിക്ക് നമ്മൾ ലോക്ക് ഇട്ട് കണ്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കൽ. അപ്പോൾ നമുക്ക് ആം ഹോളും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിൻ്റെ ഇടത്തെ വശം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിന് നമ്മൾ നല്ല കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളതിൻ്റെ അടിവശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ ഇതിൻ്റെ തുമ്പൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാ തുമ്പും കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ അടിവശത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇടത്തെ വശം തുടങ്ങാനുള്ളത് അടിവശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. പിന്നെ വലത്തെ വശം തുടങ്ങാനുള്ളത് സ്ലീവുമെന്നും. അപ്പോഴും ഈ അടിവശം ഇങ്ങനെയാണ് ചെയ്യണത്. ബാക്ക് പാർട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് ഒരു 4 ഇഞ്ച് തള്ളി വെച്ചിട്ട് പിന്നെ ഫ്രണ്ട് പാർട്ട് അതിമേക്ക് ഒരു ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് അതിന്മേലൊരു 4 ഇഞ്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അത് ഒറ്റ മടക്കിലാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്, 2 മടക്കിലല്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നീർത്തി വെച്ചിട്ട് നമ്മൾ ബാക്ക് വശത്തേക്ക് അത് ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ എൻഡിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷർട്ടിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം മടക്കിയെടുക്കാനുള്ളത്. അത് നമുക്കൊരു 4 ഇഞ്ചിൽ ആദ്യം മടക്കിയടിച്ചിട്ട് പിന്നെ നമുക്ക് 1 ഇഞ്ചിൽ മടക്കിയെടുക്കാം. ഇനി നമുക്കതിമൊരു കോളറാണ് വെച്ച് കൊടുക്കാനുള്ളത്. കോളറിൻ്റെ ഈ ഒരു വശമാണ് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാനുള്ളത്, സ്റ്റിപ്പിൻ്റെ ഭാഗം. ഇത് നമ്മൾ ആദ്യം ആ ഒരു അടിഭാഗം നമ്മൾ ഒറ്റ മടക്കിൽ ഒരു മടക്കിൽ നമ്മൾ ഒരു 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അവിടെ ആദ്യം ചെയ്യണത്. അത് നമ്മൾ 4 ഇഞ്ച് വീതി നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കാരണം ഇത് നമ്മളെ ഫ്രണ്ടിലേക്ക് വരാനുള്ള ഭാഗമാണ്. നമുക്ക് കോളറിൻ്റെ ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ നല്ല വശം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്കാക്കി വെച്ചിട്ട് അതിന്മേൽ നമ്മൾ ഈ കോളറ് സ്ഥിരിട്ട് വെച്ചത് നമ്മൾ അതിന്മേൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അടിഭാഗത്ത് നമ്മൾ ചീത്തവശമാണ് വെക്കൽ. പിന്നെ നമ്മളതിൻ്റെ അരികൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കോണിൻ്റെ ഭാഗം നല്ലപോലെ വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു
നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഒരു തുടങ്ങുന്ന ഭാഗത്ത് തന്നെ നമ്മൾ നല്ലപോലെ ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ കോണെത്താൻ നേരത്തെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടാൽ കോണെത്തൽ എന്നുള്ള രൂപത്തിൽ അവിടെ കുത്തി നിർത്തുക. കോണക്ക് എത്താൻ നിൽക്കരുത്. അല്ലാതെ തന്നെ ആ ഒരു കൂർപ്പൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു സ്റ്റിച്ചിൽ കുത്തി നിർത്തിയിട്ട് ഒരു നൂലെടുത്തിട്ട് ആ 2 ക്ലോത്തിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ആ സൂചിമേൽക്ക് തട്ടിച്ചിട്ട് നല്ല അമർത്തി വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ആ കൂർപ്പക്ക് ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സൂചിമ തട്ടിയിട്ട് നല്ല അമർത്തി ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നാലേ അങ്ങോട്ട് നല്ലപോലെ അമർത്തിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് കുത്തി നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഈ നൂലെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു നൂല് ഉള്ളിൽ കൂടെ ഇട്ടില്ല, ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ ഈ ഒരു നൂലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി വലിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ശരിക്കും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു എൻഡിലെത്തുമ്പോൾ ഒന്നുകൂടി ലോക്ക് ഇട്ടിട്ട് മെഷീനിൽ നിന്ന് എടുക്കുക നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ എൻഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ആ ഒരു കൂർപ്പെത്തുമ്പോൾ ഒന്ന് കോണിൽ കട്ട് ചെയ്യുക. കറക്റ്റാക്കിയിട്ട് ആ ഒരു സ്റ്റിച്ചുമ്പോൾ തട്ടാത്ത രീതിയിൽ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക എല്ലാ ഭാഗത്തും. പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഭാഗത്ത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നൂല് വലിച്ചിട്ട് അതിൻ്റെ എൻഡ് ഭാഗം നമുക്ക് വലിച്ചാൽ നല്ല കറക്റ്റായിട്ട് അതിൻ്റെ കോണ് കിട്ടും. അതേപോലെ എല്ലാ കോളറിനും ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു എൻഡിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആ കോളറിൻ്റെ എൻഡിൽ നല്ല വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല വലിച്ച് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അവിടെയൊക്കെ കറക്റ്റാക്കി കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ച് അതിന്മേൽ ഒട്ടി പിടിപ്പിക്കാത്ത ഈ ഒരു ക്ലോത്ത് നമുക്ക് അതിന്മേൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാണ്ട്. കാരണം നടുഭാഗം അടയാളപ്പെടുത്തിയാൽ നമുക്ക് ആ സ്റ്റിപ്പുമ്മക്ക് വെക്കാൻ നേരത്തെ അതിന്മേലും നടുവിൽ അടയാളപ്പെടുത്തിയാൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. ഈ സ്റ്റിപ്പിൻ്റെ നടുഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റിപ്പിൻ്റെ ഈ ഒരു എൻഡിലൊക്കെ നമ്മൾ 1 ഇഞ്ച് വീതിയിൽ അടിച്ചതാണ്. അപ്പോൾ ഈ 1 ഇഞ്ച് വീതി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ നടുഭാഗം അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലത്തെ വേറൊരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ല, ആ ക്ലോത്തിന് നമുക്ക് നടുഭാഗം അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതിൻ്റെ നടുഭാഗത്തിന് 2 സൈഡ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. കാരണം ഇതൊന്ന് നമുക്ക് ഈ കോളർമ വെക്കാനുള്ളതും ഒന്ന് നമുക്ക് ഷർട്ടുമേ പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഷർട്ടുമേ പിടിപ്പിക്കുമ്പോൾ നമ്മൾ നടുഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ആദ്യം ഈ സ്റ്റിപ്പിൻ്റെ നല്ല വശം വെച്ചിട്ട് മെഷീൻമേക്ക് വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ കോളർ വെച്ചിട്ട് അതിൻ്റെ മുകൾക്ക് വെക്കാം. അപ്പോൾ ഈ കോളർ വെക്കുമ്പോൾ മുകൾക്ക് നമ്മൾ ക്യാൻവാസ് പിടിപ്പിച്ച് ഈ ഭാഗം മുകൾക്കാക്കി വെക്കണം. അത് നല്ലപോലെ ശ്രദ്ധിക്കുക, കാരണം അത് നമുക്ക് ഫ്രണ്ടിലേക്ക് കാണുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് ഈ സ്റ്റിപ്പിൻ്റെ മുകൾ വശം നമുക്ക് ക്യാൻവാസ് വെച്ചത് ഇങ്ങോട്ട് വെക്കാം, മുകൾക്ക് വെക്കാം. അപ്പോൾ കോളറിൻ്റെ ഈ 2 ഭാഗത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള ആ 2 ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അത് ആദ്യം നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ക്യാൻവാസ് പിടിപ്പിച്ച ഈ ഭാഗം മുകൾക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടില്ല, അതിൻ്റെ മേൽഭാഗത്തുള്ള ക്ലോത്തുമ്പോഴാണ് നമ്മൾ ക്യാൻവാസ് പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഈ സ്റ്റിപ്പും വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നടുഭാഗത്തു നിന്ന് 2 സൈഡൊക്കെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ അടിയിലെ ക്ലോത്തിൽ കോളർ മാത്രം ഒന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. കാരണം നമുക്ക് ആദ്യം ഒരു കോളർ മാത്രം അതിന്മേൽ ആ ഒരു ക്ലോത്തുമ്മേൽ പിടിപ്പിച്ച് കൊടുത്തിട്ട് 2 സൈഡിലേക്കും അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വെച്ച് കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കിത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഈ ഒരു സ്റ്റിപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 ഭാഗം നടുഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടിഭാഗത്തേക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ ഒരു എൻഡിലെത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ കുത്തി നിർത്തിയിട്ട് അടിഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നല്ലപോലെ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. കാരണം അത് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് നൂല്
പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലാതെ ഒറ്റ സ്റ്റിച്ചിട്ട് പോന്നാൽ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് നൂല് പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ലോക്ക് ഇടുകയാണ് നിർബന്ധമാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു അരികൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഞാൻ മറിച്ചിട്ടിട്ട് അതിൻ്റെ ആ അരിക് വശമൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് എന്തെങ്കിലും ഒരു കൂർപ്പുള്ള ഭാഗം വെച്ചിട്ട് അത് ഉള്ളിലേക്ക് പുറത്തേക്ക് തള്ളി കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്കിൽ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാണ്ട് ആ ഒരു കോളർ എൻ്റെ അവസാനിപ്പിച്ച ആ ഒരു ഭാഗത്ത് അതിൻ്റെ അടിയിലായിട്ട് ഒരു 1/4 ഇഞ്ച് മാത്രം അകലത്തിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ നടുക്ക് കൂടി കൊണ്ടുവരാണ് ചെയ്യണത്. അതിൻ്റെ ആ ഒരു രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് ആ ഒരു ലൈനുമ്മൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല. കാരണം അതിന്മേൽ കൂടി നമുക്ക് അത് വേറെ സ്റ്റിച്ച് വരാണ്ട് അത് ഷർട്ടുമ്മൽ പിടിപ്പിക്കുമ്പോഴാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെ സാധാ വലിയ എല്ലാവരും ഷർട്ടുമ്മൽ നോക്കിയാലും കാണാം ഈ ഒരു സ്റ്റിച്ച് അവിടെ കിടക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഇവിടെ പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ആദ്യം ഇവിടെ ലോക്ക് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോക്ക് ഇട്ടിട്ട് കറക്റ്റാക്കിയിട്ട് ഈ ഒരു ക്ലോത്ത് അടിഭാഗത്ത് നിന്ന് നല്ലപോലെ പിടിച്ച് വലിച്ചിട്ട് വേണം ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടിയിൽ ആ ക്ലോത്ത് നല്ലപോലെ വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ഭാഗമാണ് നമുക്ക് ഇനി ഷർട്ടുമ്മൽ വെച്ചുകൊണ്ട് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം മേലെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ അപ്പോൾ നമുക്ക് ക്ലോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ക്ലോത്ത് നല്ലപോലെ വലിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വൃത്തിയിൽ കിട്ടും. ഇനി നമുക്ക് ഇതിന് നടുക്ക് കൂടി വേറെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഷർട്ടുമ്മൽ പിടിപ്പിച്ചിട്ട്. ഈ ഷർട്ടിന് നല്ല വശം മുകൾക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കോളർ പിടിപ്പിക്കുന്നത്. കോളർ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഷർട്ടിൻ്റെ നെക്കിന് നമ്മൾ ഈ സെൻറ്റർ അടയാളപ്പെടുത്തിന്. ഈ സെൻറ്ററിലേക്ക് ഈ ഒരു നെക്കിൻ്റെ കോളർ സെൻറ്റർ ബെഡിൻ്റെ രൂപത്തിൽ വേണം നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയാത്തവർക്ക് അവിടെ ഒരു പിൻ ചെയ്തൊക്കെ എന്തെങ്കിലും ചെയ്യണത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിഞ്ഞു പോയാൽ നമുക്ക് മറ്റേ ഭാഗം ലാസ്റ്റിക്ക് എൻഡിനെത്തുന്ന ഭാഗം ഒരു ഏറ്റ വ്യത്യാസത്തിൽ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് കുറച്ചൊന്ന് അകത്തി പിടിച്ചിട്ട് അവിടെ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയാത്തപോലെ അവിടെയൊക്കെ ഓരോ പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യണതാവും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു എൻഡിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അവിടെ നല്ലപോലെ ശ്രദ്ധിക്കാണ്ട്. കാരണം കോളറാകുമ്പോൾ നമുക്ക് വൃത്തികേടാവും കാണാൻ. കുറച്ചൊന്ന് മുന്നിലേക്കോ ബാക്കിലേക്കോ വന്നാൽ വൃത്തികേടാവും കാണാൻ. അപ്പോൾ ആ ഒരു ഭാഗം നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം മെഷീനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ എൻഡിലെത്തുമ്പോൾ നമ്മളൊരു ലോക്ക് ഇട്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണത് തന്നെ. അത് ഫസ്റ്റ് തുടങ്ങുമ്പോഴും ലോക്ക് ഇട്ടിട്ടാണ് ചെയ്യണത്. അത് ഞാൻ പറയാൻ മറന്നേ. അപ്പോൾ അങ്ങനെ ലോക്കിലിട്ടിട്ട് നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ ഇത് മറിച്ചിട്ട് കണ്ട് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു എൻഡിൽ നല്ലപോലെ ഒരു വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതൊരിക്കലും സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കരുത്. അത് നമുക്ക് മേലെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാണ്ട് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ മുകൾക്കാക്കിയിട്ട് നമ്മൾ കറക്റ്റാക്കിയിട്ട് മേലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് അകത്തി അടിച്ചില്ല അതിൻ്റെ നടുക്ക് കൂടെ ആ ഒരു രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് നടുക്ക് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കണ്ട് വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ നമുക്ക് ഷർട്ടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല വൃത്തിയിൽ കിട്ടും. നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാവും ഷർട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഷർട്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് പഠിക്കുക. കാരണം ഷർട്ട് അടിക്കുമ്പോൾ എങ്ങനെയായാലും ആ ഒരു വൃത്തി ഇല്ലാതായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഷർട്ടുമ്മൽക്കൊക്കെ തുടങ്ങിയത്. എന്നാലും ഞാൻ എപ്പോഴും എല്ലാ കസ്റ്റമറൊന്നും ഷർട്ട് ഞാൻ വാങ്ങലില്ല. എന്തെങ്കിലും കോംബോ ഒക്കെ ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങലുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് മാത്രം ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ നിർബന്ധിച്ച് പറഞ്ഞ പോലെ ആർക്കെങ്കിലുമൊക്കെ 1-2 ഷർട്ട് അടിച്ച് കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങില്ല. എനിക്ക് അധികം ഇഷ്ടം ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ ഷർട്ട് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരു പോക്കറ്റ് കൂടി വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ പോക്കറ്റിൻ്റെ അളവ് ഞാനിതിൽ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. പോക്കറ്റിന് വേണ്ടിയിട്ട് 6 ഇഞ്ചിലാണ് ഞാൻ നീളം എടുത്തിരിക്കുന്നത്. കാരണം 1.5 ഇഞ്ചിൽ നമുക്ക് മടക്കി അടിക്കാനും പിന്നെ ഒരു 4.5 ഇഞ്ചിൽ പോക്കറ്റിന് വേണ്ടിയിട്ട് അതിൽ 1/4 ഇഞ്ച് നമ്മൾ അടിഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് പോകും. പിന്നെ വീതി വന്നിട്ടൊരു 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതും രണ്ട് ഭാഗത്തും നമ്മൾ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോവാണ്ട്.
ആദ്യം നമുക്ക് മുകൾ ഭാഗം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. കുറച്ചൊരു വീതിയിൽ 1 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടുന്ന് 5 ഇഞ്ചിൽ ഒരു ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഷർട്ടിനുള്ള പോക്കറ്റ് വെച്ച് കൊടുക്കുക. കറക്റ്റിൽ വെച്ച് കൊടുക്കുക. പോക്കറ്റ് വെക്കുമ്പോൾ നമ്മൾ മെഷീൻമേൽ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വെച്ച് കൊടുക്കൽ. കാരണം ആദ്യം മേലേക്ക് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെയാണ് നമ്മൾ ഒരു സൈഡിലേക്ക് 2 സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ നമുക്ക് അടിഭാഗത്തേക്ക് കറക്റ്റാക്കിയിട്ട് പോക്കറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. കാരണം അവിടെ നമുക്ക് ഒരു വീതിയിലൊരു ലോക്ക് ഇട്ട ഭാഗം കാണില്ല. അത് അങ്ങനെയാണ് ചെയ്യൽ. അത് ഞാൻ പോക്കറ്റ് അടിച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഭാഗം അങ്ങനെയാണ് ചെയ്തിരുന്നത്. പോക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഷർട്ടിന് ബട്ടൺസ് അടിക്കാൻ നമ്മൾ പോയിൻ്റ് ഇടുമ്പോൾ എപ്പോഴും ഈ ഒരു പോക്കറ്റുള്ള ഇടത്തെ ഭാഗത്താണ് പോയിൻ്റ് ഇടൽ. കാരണം ഇവിടെയാണ് ഹോൾസിനുള്ള പോയിൻ്റാണ് ഓല് എപ്പോഴും ഇടാൻ പറയൽ. പിന്നെ നമ്മൾ ഓലെന്നെ ബട്ടൺസിനുള്ള പോയിൻ്റ് ഓല് തന്നെ ഇട്ടോളൂ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും കൊണ്ടുപോയി കൊടുക്കൽ. അപ്പോൾ ഷർട്ടിന് ഇനി ബട്ടൺസ് വെക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്തുള്ളൊരു ബട്ടൺസ് അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. കാരണം ഇത് ഞാൻ പുറത്ത് പോകുമ്പോഴാണ് ബട്ടൺസ് വെപ്പിക്കുള്ളൂ. അപ്പോൾ ഇതേ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു ഷർട്ടാണ്. കാരണം അതിലേക്ക് ഒരുപാട് തിരക്കിൽ ഞാൻ കുറേ യൂണിഫോമിൽ ഷർട്ടൊക്കെ അടിച്ച് പോയിട്ടുണ്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.